ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 9ാമത്തെ പാഠഭാഗം തുടങ്ങി അല്ലേ? എന്ത് പെർസെൻറ്റേജ്, ശതമാനം, 100-ൽ എത്ര, ഹൗ മച്ച് ഓഫ് 100. ആ ലെസൺ തുടങ്ങി. നമ്മൾ പെർസെൻറ്റേജ് എന്താണ്, എങ്ങനെയാണ് അത് സിംബോളിക് ആയിട്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതായത് 100-ൽ എത്ര എന്നുള്ളത് അടിസ്ഥാനമാക്കാനായിട്ടാണ് നമ്മൾ സാധാരണ ശതമാനം അഥവാ പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു കണക്കാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത് അല്ലെ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പണമിടപാട്, അതായത് ഓരോരുത്തരും ഇത്ര സംഖ്യ വായ്പ എടുത്തു ഒരു വർഷത്തേക്ക്, വർഷം 100 രൂപയ്ക്ക് 12 രൂപ നിരക്കിലാണ് അവര് ആ ബാങ്കുകാര് പലിശ കണക്കാക്കുന്നത് എങ്കിൽ ഓരോരുത്തരും തിരിച്ചടയ്ക്കേണ്ട തുക എത്രയാണെന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതില് സാബു, സുമ, രാജി ഈ 3 പേരുടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. നിങ്ങളോട് ഗോകുൽ, നബീൽ അവരെത്രയാണ് തിരിച്ചടക്കേണ്ടത് എന്ന് നോക്കി വരാൻ പറഞ്ഞിരുന്നു. ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലെ? ഗോകുൽ എത്ര രൂപയാണ് എടുത്തത് പലിശ, കടായിട്ട്? 3750 രൂപ, 3750 ആണ് എടുത്തത്. അപ്പൊ അതിനെ 100 കൊണ്ട് ഹരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതിൽ എത്ര 100 രൂപയ്ക്കാണ് 12 രൂപ പലിശ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇതിൽ എത്ര 100കൾ ഉണ്ട് എന്ന് കണക്കാക്കാനായിട്ടാണ് നമ്മൾ 100 കൊണ്ട് ഹരിക്കുന്നത്. എന്നിട്ട് അതിനെ 12 കൊണ്ട് ഗുണിച്ചപ്പോ 450 രൂപയാണ് അയാൾക്ക് ഒരു വർഷം പലിശ വരുന്നത്, പലിശ മാത്രം, ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പൊ മൊത്തം എമൗണ്ട്, തിരിച്ചടക്കേണ്ട എമൗണ്ട് എത്രയാണ്? അയാൾ എത്രയാണോ കടമെടുത്തത് അതിന്റെ കൂടെ ഈ പലിശയും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് അയാൾക്ക് തിരിച്ചടക്കേണ്ടി വരുന്നത്. അതേപോലെ തന്നെയാണ് നബീലും. ആൻസർ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കൂ. ഗോകുൽ തിരിച്ചടക്കേണ്ടത് 4200 rupees, നബീൽ തിരിച്ചടക്കേണ്ടത് 4256. 456 ആണ് ഇൻട്രസ്റ്റ് അഥവാ പലിശ അയാൾക്ക് വരുന്നത്. അപ്പൊ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4256 ആണ് തിരിച്ചടക്കേണ്ട തുക വരുന്നത്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു നോട്ട് എഴുതാൻ പോവുകയാണ്. എന്താണ് നോട്ട് എന്ന് പറയുന്നത്? നിങ്ങളുടെ പേജ് നമ്പർ 136 ഇപ്പൊ ചെയ്ത ആ പാഠത്തില് അടിയിലൊരു ബോക്സിൽ കാണുന്നുണ്ടോ? അത് നിങ്ങൾ അങ്ങനെ നോട്ടിലേക്ക് പകർത്തു. അതിന് മുമ്പ് ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സൈഡ് ഹെഡിങ് ആയിട്ട് പെർസെൻറ്റേജ്, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഇത് എഴുതാം. മലയാളംകാര് ശതമാനം എന്നുള്ള ഹെഡിങ് എഴുതിയിട്ട് ആ ബോക്സിനകത്തുള്ള, ഈ ചെറിയ ബോക്സിനകത്തുള്ളത് നിങ്ങൾ എഴുതിയെടുക്കുക. കണ്ടോ? അത് എഴുതിയെടുക്കോ നിങ്ങളുടെ നോട്ടിലേക്ക്. എന്താണ് അതിൽ പറയുന്നത്? എന്താണ് അത് എഴുതാനുള്ള സ്പേസ് വിട്ടാലും മതി. The word per means for each. The cent part comes from the Latin word centum meaning 100. Percentage എന്നുള്ളതിന്റെ per എന്നുള്ളതിന്റെ മീനിങ് for each എന്നാണ്. അതായത് അളവ്, for each. ശതം എന്നാൽ 100, 100നെ അടിസ്ഥാനമാക്കിയുള്ള അളവുകളാണ് ശതമാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മീനിങ് എഴുതുന്നുള്ളൂ. അത് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ ഒരു സെന്റൻസ്, the symbol used for representing percentage is symbol used for representing percentage is, ആ സിമ്പിൾ എഴുതാം. ശതമാനത്തെ സൂചിപ്പിക്കാൻ
മലയാളംകാരെ എഴുതാം. ശതമാനത്തെ സൂചിപ്പിക്കാൻ എന്നതാണ് ഉപയോഗിക്കുന്നത്. ആ അടയാളം നമുക്ക് മനസ്സിലാവണം. അതായത് ആ സിമ്പല് കാണുമ്പോൾ ഇനി എന്താണ് എന്നുള്ള സംശയം വരരുത്. ഈ സിമ്പല് കാണുമ്പോൾ പെർസെൻറ്റേജ് എന്നുള്ളതാണ് മീനിങ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണം. അതേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ ആ ബോക്സിനകത്തുള്ളത് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ എഴുതേണ്ടതാണ് ഇത് കേട്ടോ. അത് കഴിഞ്ഞാല് നമ്മൾ എക്സസൈസിലേക്ക് പോകാം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതൊന്നും നോക്കണം കേട്ടോ. അതില് എന്താണ് ഡൊണേഷൻസ് എന്നുള്ള ഹെഡിങ്. ഡൊണേഷൻസ് എന്നുള്ള ഹെഡിങ്ങിൽ ഇതേ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തേക്കുന്നത്? ഈച്ച് മന്ത് ജോസഫ് ഡൊണേറ്റ്സ് 8% ഓഫ് ഹിസ് ഏർണിംഗ്സ് ടു ദി മെഡിക്കൽ എയ്ഡ് ഫണ്ട്. ഹി ഏൺഡ് 12,000 rupees in January. How much should he donate that month? അയാൾക്ക് ഒരു മാസത്തെ ശമ്പളം 12,000 രൂപയാണ്. അതിലെ 8% അയാൾ എന്തിനു കൊടുത്തു? മെഡിക്കൽ എയ്ഡ് ഫണ്ടിന് കൊടുത്തു എങ്കിൽ എത്ര രൂപയാണ് അയാൾ ഡൊണേറ്റ് ചെയ്തത് ആ മാസം? അതായത് 12,000 രൂപയുടെ 8% കാണേണ്ടത്. അതെങ്ങനെ കാണുന്നു? അതേ നോക്കൂ. 12,000 ഇൻറ്റു 8/100. ആ 100 ഇവിടെ എഴുതിയാലും അപ്പുറത്ത് എഴുതിയാലും കുഴപ്പമില്ല. 12,000 ഇൻറ്റു 8/100. അതായത് ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം കാണണം എന്ന് പറഞ്ഞാൽ ആ സംഖ്യ ഇൻറ്റു 8% എന്നുള്ളത് എങ്ങനെയാണ് ഫ്രാക്ഷൻ ഫോം എന്ന് പറഞ്ഞല്ലോ? 8/100. ശതമാനം എന്ന് പറഞ്ഞാൽ ബൈ 100 എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ എത്രയുടെ എത്ര ശതമാനം എന്നുള്ളത്, അതായത് 8% എന്ന് പറഞ്ഞാൽ 100ൽ 8. 12% എന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ 100ൽ 12 എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ മാറ്റോട്ടെ. അപ്പൊ അത് മനസ്സിലാക്കി എടുക്കണം. അതിന്റെ വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിന്റെ ആൻസർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കി എടുത്താൽ മതി. അത് തന്നെ നോട്ടിലേക്ക് ചെയ്യുന്നില്ല. അതിന്റെ അടിയിൽ ജോസഫ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. നമ്മൾ നേരെ എക്സസൈസിലേക്ക് പോവാണ്. പേജ് നമ്പർ 138 ആണ് എന്റെ കയ്യില്. നിങ്ങളുടെ കയ്യിൽ ഏതാ വരണേ നോക്കി നോക്കുവോ. പേജ് നമ്പർ ആദ്യത്തെ എക്സസൈസ് തുടങ്ങുന്നത് ഒരു ചിത്രത്തോട് കൂടിയുള്ള എക്സസൈസ് ആണ് തുടങ്ങുന്നത്. അത് നോക്കുക. ഈ ചിത്രത്തോട് കൂടിയിട്ടുള്ള എക്സസൈസ് കണ്ടോ? ഓക്കെ, നോക്കുക. അതില് സീ ദ ആഡ്. ഒരു കടയുടെ മുമ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. എന്ത്? 30% ഓഫ് ഓൺ ഓൾ ഐറ്റംസ്. അതായത് പല കടകളിലും ഇപ്പോൾ ഓണം സീസൺ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിൽ, ഡിസംബർ ഒക്കെ ആകുമ്പോൾ ആഡി സെയിൽ, ഡിസ്കൗണ്ട് സെയിലൊക്കെ വരുമ്പോൾ കടയുടെ മുമ്പിൽ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇത്ര ശതമാനം റിബേറ്റ്, ഖാദിയിലൊക്കെ റിബേറ്റ് അങ്ങനെയൊക്കെ വരില്ലേ, ഇത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതേപോലെ ഇവിടെ കടയിൽ എഴുതിയിട്ടിരിക്കുകയാണ്. എന്ത്? 30% ഓഫ് ഓൺ ഓൾ ഐറ്റംസ്. ഏത് ഐറ്റം എടുത്താലും അതിന് 30% കിഴിവുണ്ട്. അതിൽ എത്രയാണോ പൈസ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 30% കിഴിവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഷീല ബോട്ട് ക്ലോത്ത്സ് വർത്ത് 1,800 rupees. ഹൗ മച്ച് ഷുഡ് ഷീ പേ? എന്താ പറയുന്നത്? ആ കടയിൽ പോയിട്ട് ഷീല 1,800 രൂപയുടെ ഒരു വസ്ത്രം, ഒരു ഉടുപ്പ് വാങ്ങി എങ്കിൽ അവൾ എത്ര രൂപയായിരിക്കും? 30%. ഏതായിട്ട് എടുത്താലും 30% റിബേറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഇല്ലേ, ഓഫർ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ 1,800 രൂപയുടെ ആണ് വസ്ത്രം എടുത്തത് എങ്കിൽ എത്ര രൂപയാണ് ആ കടക്കാരന് അവൾ കൊടുക്കേണ്ടി വരിക എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ 30% ഓഫ് ഓൺ ഓൾ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടിയിൽ ഇങ്ങനെ എഴുതിയിട്ട് ഈ ചോദ്യം എഴുതിയാൽ മതി. അല്ലാണ്ട് ഈ കടയുടെ പടമൊന്നും വരയ്ക്കണ്ട കേട്ടോ പരീക്ഷ, അല്ല സോറി നോട്ട്ബുക്കിലേക്ക്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, അതിന്റെ ആൻസർ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. The cost of cloth Sheila bought. The price of cloth എന്ന് എഴുതിയാലും മതി. The price of cloth Sheila bought. ഷീല വാങ്ങിച്ച തുണിയുടെ വില rupees 1,800. ഷീല വാങ്ങിയ
തുണിയുടെ വില. ഷീല വാങ്ങിയ തുണിയുടെ വില ₹1,800. The percentage of discount അല്ലെങ്കിൽ ഓഫർ. ഡിസ്കൗണ്ട് നേടാം. വിലക്കിഴിവ് 30%. Therefore, the price she paid. The price she paid. എന്താ വരിക? 1800ന്റെ 30% എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 8ന്റെ 4% അല്ലെങ്കിൽ 6ന്റെ 10% എന്നൊക്കെ പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ പെർസെന്റേജ് എന്നുള്ളത് എങ്ങനെയാണ് ഫ്രാക്ഷൻ ഫോം എഴുതുക? 30/100. എത്രയാണ് പറയുന്നത് അതിന്റെ ഫ്രാക്ഷൻ ഫോമിൽ എഴുതിയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ 1800ന്റെ 30%മാണ് വിലക്കിഴിവ്. ഏത് വസ്ത്രം എടുത്താലും അതിൽ 30% കിഴിവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ 1800 രൂപയുടെയാണ് മേടിച്ചത്. അതിന്റെ 30% എന്ന് പറയുമ്പോൾ 1800 × 30/100. അപ്പൊ പൂജ്യങ്ങൾ വെട്ടിക്കളയാൻ പറ്റുന്നത് വെട്ടിക്കളയാം. ബാക്കി എത്രയാണുള്ളത്? 180 × 3. 180 × 3 എത്രയാ വരണേ നോക്കൂ. 540 രൂപയാണ് അവൾക്ക് റിഡക്ഷൻ കിട്ടുന്നത് അല്ലെ? റിഡക്ഷൻ ആണ് കിട്ടുന്നത് കേട്ടാ. 1800 രൂപയുടെ 30% റിഡക്ഷൻ കഴിച്ചിട്ടാണ് അവൾ കൊടുക്കേണ്ടത് രൂപ. അതായത് 1800 അതായത് 540 രൂപ അല്ല കൊടുക്കേണ്ടത്. 540 രൂപ അവൾക്ക് റിഡക്ഷൻ കിട്ടി. നമ്മൾ എടുക്കുന്ന വസ്ത്രത്തിന്റെ ഇത്ര ശതമാനം റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ ഇത്ര × 100, അതായത് 1800 രൂപയുടെ 30% അവൾക്ക് ലെസ് ചെയ്ത് കിട്ടിയത്, കുറച്ച് കിട്ടിയത്. എത്രയിൽ നിന്ന്? 1800-ൽ നിന്ന്. തെറ്റരുത്. 540 രൂപ അവൾക്ക് ആകെ കൊടുക്കേണ്ടതുള്ളൂ എന്നല്ല അർത്ഥം. എന്താണ്? 1800-ൽ നിന്ന് 540 കുറച്ചിട്ടുള്ള രൂപയാണ് അവൾക്ക് കൊടുക്കേണ്ടി വന്നത്. അപ്പൊ ഇതെല്ലാം ശരിക്കും ഉത്തരം വരുന്നത് എന്ത്? 1800 - 540. അതെത്രയാന്നുള്ളതാണ് നോക്കേണ്ടത് കേട്ടാ. തെറ്റരുതേ. നമ്മൾ പെർസെന്റേജ് കാണുമ്പോ അതാണ് കറക്റ്റ് ഉത്തരം. നമ്മളിപ്പോ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കണ്ടില്ലേ പലിശ, ആ പലിശയാണ് കൊടുക്കേണ്ടതുള്ളൂ എന്നല്ലല്ലോ വരുന്നത്. നമ്മൾ എടുത്ത എമൗണ്ടിൽ നിന്ന് ആ പലിശ കൂട്ടിയിട്ടുള്ളതല്ലേ നമ്മൾ തിരിച്ചടക്കേണ്ടേ. അതേപോലെ തന്നെ ഇതിന്റെ 30% വിലക്കിഴിവ് എന്ത് കൊടുക്കുന്നു? കടക്കാര് കൊടുക്കുന്നു. അപ്പൊ ആ വിലക്കിഴിവ് എത്രയാന്നുള്ളതാണ് നമുക്ക് എത്ര കിട്ടിയത്? 540. 1800-ൽ നിന്ന് ഈ 540 കുറച്ചിട്ടുള്ള സംഖ്യയാണ് അവൾക്ക് കൊടുക്കേണ്ടതുള്ളൂ. ശരിക്കുള്ള വിലയുടെ 540 രൂപ കുറവേ അവൾ കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ എത്ര വരും? 6. എത്ര വന്നു? ₹1,260. ഇതാണ് ആൻസർ വരുന്നത്. അപ്പൊ തെറ്റരുത്. ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് കാണാൻ പറഞ്ഞാൽ ആ സംഖ്യ × 30/100 എത്ര പെർസെന്റേജ് ആണോ പറഞ്ഞേ അതിന്റെ നമ്പർ /100. 5% എന്ന് പറഞ്ഞാൽ 5/100.
8ന്റെ 4% കാണണം എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 4/100 എന്നാണ് നമുക്ക് കാണേണ്ടി വരിക കേട്ടാ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണ്? ജോണി സേവ് 15% of his earnings each month. In January he got 32,000 rupees. How much would he save? എന്താ ഇതിൽ പറയുന്നത്? അവന് ഒരു മാസം 32,000 രൂപയാണ് ശമ്പളം. ആ 32,000 രൂപയുടെ 15% അവൻ സേവ് ചെയ്ത് വെക്കുന്നത്. എന്ത് വെക്കുന്നത്? മിച്ചം വെക്കുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത്. എങ്കിൽ എത്ര രൂപയായിരിക്കും അവൻ സൂക്ഷിച്ച് അല്ലെങ്കിൽ മിച്ചം വെക്കുന്നുണ്ടാവുക എന്നാണ് ചോദ്യം. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞല്ലോ, ഇത് മാറ്റോട്ടെ. അപ്പൊ ചോദ്യം എഴുതാനുള്ള സ്ഥലം വിടണം. ഇതില് മിക്കതും വേർഡ് പ്രോബ്ലംസ് തന്നെയാണ്. അപ്പൊ ഓരോ വേർഡ് പ്രോബ്ലം കഴിഞ്ഞാലും കൃത്യമായിട്ട് വരച്ച് ഭംഗിയിൽ എഴുതണം കേട്ടോ. ചോദ്യം എഴുതാനുള്ള ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ജോണിക്ക് ഒരു മാസം 32,000 rupees ആണ് സാലറി ഉള്ളത്. ആ 32,000ന്റെ 15% ആണ് അവൻ ഓരോ മാസവും സേവ് ചെയ്ത് മിച്ചമായിട്ട് എടുത്തു വെക്കുന്നത്. എങ്കിൽ എത്ര രൂപയായിരിക്കും അവൻ സേവ് ചെയ്യുന്നത്? The total money he got in January. The total money Johnny got in January, that is equal to rupees 32,000. ജനുവരി മാസത്തെ ജോണിയുടെ വരുമാനം. ജനുവരി മാസത്തെ ജോണിയുടെ വരുമാനം 32,000. The percentage of money he saved. The percentage of money he saved is equal to 15%. അവൻ മിച്ചം വെക്കുന്ന തുകയുടെ ശതമാനം. സമം 15%. Therefore, the money he saved in that month, ആ മാസം അവൻ മിച്ചം വെച്ച തുക. ആ മാസം എന്ന് വെച്ചാൽ ജനുവരി മാസം കേട്ടോ. ആ മാസം അവൻ മിച്ചം വെച്ച തുക എന്താ വരിക? 32,000ന്റെ 15% അല്ലേ കാണാം. അതെങ്ങനെ കാണും? 32,000 into 15/100. ഇതിന്റെ ഇത്ര ശതമാനം എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യാനേ ആവുള്ളൂ കേട്ടോ. അപ്പൊ എന്താണ്? 2 0 ഉണ്ട്. ആ 2 0 കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ 320 into 15. അത് എത്രയാ വരിക നോക്കൂ. 32 into 15 ചെയ്താലും മതിയല്ലോ അല്ലെ. 4,800 rupees ആണോ വരുന്നത്? 4,800 rupees. അത്രയും രൂപയാണ് അവൻ ഒരു മാസം മിച്ചം വെക്കുന്നത്. ഇതില് നമുക്ക് ഉള്ളതിൽ നിന്ന് കൂട്ടി കുറയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മറ്റത് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ഇത്ര ശതമാനമാണ് റിഡക്ഷൻ ഓഫർ കിട്ടുന്നത്. 1,800 രൂപയുടെ സാധനത്തിന് 30% റിഡക്ഷൻ കിട്ടുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ, അങ്ങനെ വിലക്കുറവ് കിട്ടുന്നു എന്നുള്ളത് പറയുമ്പോഴാണ് നമ്മൾ തന്നിരിക്കുന്ന തുകയിൽ നിന്ന് ആ ശതമാനം എത്രയാണ് കിട്ടിയ ആ സംഖ്യ കുറയ്ക്കേണ്ടത്. ഇതിലിപ്പോ കുറയ്ക്കുകയും കൂട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 32,000ന്റെ 15% അവൻ സേവ് ചെയ്യുന്നത്. അപ്പൊ സേവ് ചെയ്യുന്നത് എത്രയാന്നേ ചോദ്യമുള്ളൂ. അപ്പൊ ആ 32,000ന്റെ 15% കണ്ടു. അപ്പൊ നമുക്ക് എത്ര കിട്ടി?
4,800 rupees. അത്രയും രൂപയാണ് അവൻ ഒരു മാസം സേവ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാവില്ലേ? ഓരോ കണക്കും നന്നായിട്ട് മനസ്സിലാക്കി പോവുക, അന്നുള്ളത് ചെയ്ത് പഠിക്കാനും ശ്രമിക്കുക. മൂന്നാമത്തെ കണക്ക് നോക്കൂ. A TV manufacturer decides to raise prices by 5% next month. ഒരു ടെലിവിഷൻ നിർമ്മിക്കുന്ന കമ്പനി അടുത്ത മാസം മുതൽ ടിവിയുടെ വില 5% വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. The price of a model is 26,000 rupees now. ഇപ്പോഴുള്ള ടിവിയുടെ വില 26,000 രൂപയാണ്. What would be its price next month? റേസ് ചെയ്യണു എന്ന് പറഞ്ഞാൽ ഒരു ക്ലൂ കൂടി ഞാൻ പറയാം. തന്നിരിക്കുന്ന സംഖ്യയുടെ റേസ് എത്ര ശതമാനമാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂട്ടുകയാണ് വേണ്ടത്. ലെസ് ചെയ്യുക, ഡിസ്കൗണ്ട് ചെയ്യുക, റിബേറ്റ് തരിക, ഓഫർ തരിക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് സബ്ട്രാക്ട് ചെയ്യുകയാണ് വേണ്ടത്. അതായത് ആ ഇതിന്റെ എത്ര ശതമാനം കണ്ടെത്തി ആ സംഖ്യ ഉള്ളതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ ഇത് മാച്ചോട്ടെ ടീച്ചർ. എന്താണ് അപ്പൊ പറയണത്? ടിവിയുടെ ഇപ്പോഴത്തെ വില 26,000 ആണ്. അടുത്ത മാസം മുതൽ 5% ഇപ്പോഴത്തെ വിലയേക്കാൾ വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു എങ്കിൽ, അതായത് ഏതിന്റെ 5%? 26,000 ആയിട്ടുള്ള ഇപ്പോഴത്തെ വിലയുടെ 5% വീതം വില വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു എങ്കിൽ അടുത്ത മാസത്തെ ടിവിയുടെ വില എത്ര? മൂന്നാമത്തെ കണക്കാണ് ചെയ്യുന്നത് കേട്ടോ. ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലായല്ലോ? അപ്പൊ ചോദ്യം എഴുതാനുള്ള സ്ഥലം വിടണം, ആൻസർ എഴുതിക്കോളൂ. The price of a TV now. ഇപ്പോഴത്തെ ടിവിയുടെ വില ₹26,000. ടിവിയുടെ ടെലിവിഷൻ അല്ലെങ്കിൽ ടെലിവിഷന്റെ ഇപ്പോഴത്തെ വില. ടെലിവിഷൻ എന്നല്ലേ മലയാളം മീഡിയത്തിൽ, അപ്പൊ അതുപോലെ തന്നെ എഴുതിയോളൂ. ടെലിവിഷന്റെ ഇപ്പോഴത്തെ വില. ഇപ്പോഴത്തെ വില. The percentage of money raised on next month. അടുത്ത മാസം വർദ്ധിക്കുന്ന വിലയുടെ ശതമാനം. അടുത്ത മാസം വർദ്ധിപ്പിക്കുന്ന വിലയുടെ ശതമാനം equal to 5%. The price of a TV in the next month. Therefore, the price of a TV, അടുത്ത മാസത്തെ ടിവിയുടെ വില, ടെലിവിഷന്റെ എന്ത് വേണം? ഇത് വെറുതെ പെർസെന്റേജ് കണ്ടാലും പോരാ, എന്ത് വേണം? അതിൽ നിന്ന് കൂട്ടുകയും കൂടി വേണ്ടേ? കാരണം ഈ 5% കിട്ടുന്നത് എന്താണ്? ആദ്യത്തേതിനേക്കാൾ കൂട്ടിയത് എത്രയാ അത് മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലെ. 26,000 രൂപയായിരുന്നു ടിവിയുടെ വില, അതിൽ നിന്ന് 5% അടുത്ത മാസം വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ 26,000ന്റെ 5% കാണുമ്പോൾ നമുക്ക് എന്താ
മുമ്പത്തേതിനേക്കാൾ എത്ര രൂപയാ കൂടിയേ വർദ്ധിപ്പിച്ചേ എന്നുള്ളത് മാത്രമല്ലേ കിട്ടുള്ളൂ. എന്നിട്ട് ശരിക്കുള്ള വില അടുത്ത മാസം മുതലുള്ള ടിവിയുടെ വില എങ്ങനെയാ കിട്ടുക? ആ വർദ്ധിച്ച വില എത്രയാണോ കിട്ടിയത് അത് 26,000 കൂടെ കൂട്ടണ്ടേ? ഓക്കെ, എത്രയാ വരുന്നത്? 0. 1,300 ആണ് കിട്ടിയേ. ഓക്കെ, that is equal to 26,000 plus 1,300. എത്ര കിട്ടി? 27,300 ആണ് അടുത്ത മാസം മുതലുള്ള ടിവിയുടെ വില. അല്ലാതെ ഈ ശതമാനം കണ്ട് ഇത് രണ്ട് വില വരച്ചിരുന്നാൽ എന്താ കാര്യം? 26,000 രൂപ ഉണ്ടായിരുന്ന സാധനത്തിന് 1,300 രൂപയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാവണേ? നഷ്ടമല്ലേ വരണേ? അപ്പൊ അതല്ല വേണ്ടത്. നമ്മള് 26,000ന്റെ 5% കാണുന്നത് എന്തിനു വേണ്ടിയാ? മുമ്പത്തേക്കാൾ എത്രയാണ് വില വർദ്ധിച്ചത്, ആ വർദ്ധിച്ച എമൗണ്ട് എത്രയാണോ അത് മാത്രമേ കിട്ടുള്ളൂ. ശരിക്കും അടുത്ത മാസം മുതലുള്ള ടിവിയുടെ വില കിട്ടണമെങ്കിൽ 26,000 മുമ്പുണ്ടായിരുന്ന വില എത്രയാണോ അതിനോട് കൂടി വർദ്ധിപ്പിച്ച വിലയും കൂടി കൂട്ടിയാലല്ലേ ടിവിയുടെ വില കിട്ടുള്ളൂ അടുത്ത മാസം മുതലുള്ളത്. ഒന്ന് ചിന്തിക്കണം, എന്നാലേ കിട്ടുള്ളൂ കേട്ടാ. ഓക്കെ, മനസ്സിലായില്ലോ? നമുക്ക് നാലാമത്തെ കണക്ക് നോക്കാം. നാലാമത്തെ കണക്ക്, a car manufacturer decides to lower prices. lower എന്ന് വെച്ചാൽ അർത്ഥം വില കുറയ്ക്കാൻ തീരുമാനിച്ചു. അപ്പൊ വില കൂട്ടാനാ തീരുമാനിച്ചത് എങ്കിൽ ശരിക്കുള്ള എമൗണ്ടിൽ നിന്ന് ആ കിട്ടിയ ശതമാനത്തിന്റെ വില കൂട്ടണം. റേസ് ചെയ്തു എന്ന് പറഞ്ഞു. ലോവർ, ഡിക്രീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന വില എത്രയാണോ അതിൽ നിന്ന് നമുക്ക് ആ ശതമാനം പെർസെന്റേജ് കിട്ടിയ ആ സംഖ്യ കുറയ്ക്കുകയാണ് വേണ്ടത്. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ, റേസ് എന്ന് പറഞ്ഞാൽ കൂട്ടാനും, റെഡ്യൂസ്, ഡിക്രീസ് എന്നൊക്കെ പറഞ്ഞാൽ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ലോവർ പ്രൈസസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറച്ചു വില. അപ്പൊ a car manufacturer decides to lower prices by 2% from next month. അടുത്ത മാസം മുതല് കാർ കമ്പനി അവരുടെ കാറിന്റെ വില 2% കുറയ്ക്കാൻ തീരുമാനിച്ചു. What would be the price next month for a car now priced at 2,50,000 rupees? ഇപ്പോഴത്തെ കാറിന്റെ വില 2,50,000 രൂപയാണ്. 2,50,000 റുപ്പീസ് ആണ് ഇപ്പോഴത്തെ വില. അടുത്ത മാസം മുതല് ഇപ്പോഴത്തെ വിലയുടെ 2% വില കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചു. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിന്റെ അതേപോലെ തന്നെ അവിടെ 5% കൂട്ടാൻ തീരുമാനിച്ചു, ഇവിടെ 2% കുറയ്ക്കാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം മുതൽ കാറിന്റെ വില എത്രയാണെന്നാണ് ചോദ്യം. അത് ഹോംവർക്ക് ആണ്. ടീച്ചർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. എന്താണ്? കാറിന്റെ ഇപ്പോഴത്തെ വില, അതല്ലേ ആദ്യത്തെ സ്റ്റെപ്പ് വരിക, അത് 2,50,000 എന്ന് എഴുതി. എത്ര ശതമാനമാണ് ലെസ് ചെയ്യുന്നത്? ലോവർ പ്രൈസ്, ദ പെർസെന്റേജ് ഓഫ് ലോവർ പ്രൈസസ് ഫ്രം നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം മുതൽ കുറയ്ക്കുന്ന വിലയുടെ ശതമാനം സമം 2%, 2%. Therefore, the price of a car next month. കാറിന്റെ അടുത്ത മാസം മുതൽ കാറിന്റെ വില എങ്ങനെ കാണും? 2,50,000 into 2/100 കണ്ടു. അതാണോ ഉത്തരം വരണേ? അല്ല, ആ കിട്ടിയ ഉത്തരം ഏതിൽ നിന്ന് കുറയ്ക്കണം? ഇവിടെ കുറയ്ക്കാൻ വേണ്ടേ? കാരണം എന്താ? റെഡ്യൂസ് ചെയ്തു, ലോവർ പ്രൈസ് ആക്കി, കുറയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യമുള്ള 2,50,000 നിന്ന് അതിന്റെ 2% കണ്ടിട്ടുള്ള ആൻസർ ഇല്ലേ, അത് കുറയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ അത് ഹോംവർക്ക് ചെയ്തിട്ട് വരാലോ. സ്റ്റെപ്പ് അടക്കം ടീച്ചർ എങ്ങനെ എഴുതണ്ടേ പറഞ്ഞു തന്നു, അത് ചെയ്തിട്ട് വരണം. അടുത്ത 5ാമത്തെ കണക്ക് കൂടി നോക്കൂ. എ കമ്പനി പേയ്സ് 8% ഓഫ് എ മന്ത്സ് സാലറി ആസ് ഫെസ്റ്റിവൽ അലവൻസ്. ഒരു കമ്പനി ഒരു മാസത്തെ ശമ്പളത്തിന്റെ 8% ഫെസ്റ്റിവൽ അലവൻസ്, ഉത്സവ ഭത്തയായിട്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. How much festival allowance would a person whose salary is 12,875 rupees get? എങ്കിൽ
12,875 രൂപ സാലറി ഉള്ള ഒരാൾക്ക് ആ മാസം ഫെസ്റ്റിവൽ അലവൻസ് ആയിട്ട് എത്രയാണ് കിട്ടുക എന്നാണ് ചോദ്യം. അതെങ്ങനെയാ കാണുക? 12,875ന്റെ 8% കണ്ടാൽ മതി. ഇതിൽ കൂട്ടുക കുറയ്ക്കുകയോ ഒന്നുമില്ല. ഫെസ്റ്റിവൽ അലവൻസ് എത്രയാ കിട്ടണേ? ഫെസ്റ്റിവൽ അലവൻസ് ഇവിടെ എത്രയാ കിട്ടണേ? അയാളുടെ ശമ്പളത്തിന്റെ 8% ഫെസ്റ്റിവൽ അലവൻസ് അഥവാ ഉത്സവ ഭത്തയായിട്ട് നൽകുന്നത്. അപ്പോ 12,875 ഇൻറ്റു 8/100 എത്രയാണ് ഉത്തരം? അത് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ആ 2 കണക്കുകൾ ചെയ്തിട്ട് വരുമല്ലോ ഹോംവർക്ക് ആയിട്ട്. അത് ചെയ്തിട്ട് സ്റ്റെപ്പ് എഴുതി വൃത്തിയായിട്ട് ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.